അങ്ങനെ കാത്തിരുന്ന് എനിക്കും പഠിച്ച പണി. പ്ലേസ്മെന്റ് പ്രതീക്ഷിച്ച് പഠിച്ച ഞാൻ അത് അങ്ങനെയൊന്നും അല്ലടാന്ന് എനിക്ക് പിന്നെ മനസ്സിലായി. ഓരോ ബിസിനസിനും ഓരോ സ്ട്രാറ്റജി അല്ലേ. അങ്ങനെ ഇന്നാണ് എന്റെ ആദ്യത്തെ വർക്കിന് പോകണം. എക്സൈറ്റഡ് ആണോ എന്ന് ചോദിച്ചാൽ കുറച്ച് ഓവർ ആയെങ്കിലേ ഉള്ളൂ. അങ്ങനെ എൻ്റെ വീടിൻ്റെ അവിടുന്ന് 2 ബസ് കയറിയതിന് ശേഷമാണ് വർക്ക് പ്ലേസിലേക്ക് പഞ്ച്വാലിറ്റിയിലൊക്കെ എന്നെ കണ്ട് പഠിക്കണം. തൊട്ടടുത്തുള്ള കട തുറക്കാണ്ടി മുന്നേ ഞാൻ എത്തിയിരിക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ സാറും വന്ന് കഥകളും പറഞ്ഞു, അല്ല കാര്യങ്ങളും ഫസ്റ്റത്തെ പണി അങ്ങോട്ട് കയ്യിലോട്ട്. ഫസ്റ്റത്തെ വർക്ക് തന്നെ തല പുണ്ണാക്കി പുകഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ മതി. ട്രാക്കിലേക്ക് എത്താൻ കുറച്ച് സമയം എടുത്തു. ഞാനും വേറൊരു കുട്ടിയാണ് ഇപ്പോൾ ഇവിടെ വർക്ക് ചെയ്യണത്. ബാക്കിയുള്ള കുറച്ച് വർക്കേഴ്സ് വർക്ക് ഫ്രം ഹോം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഫുഡ് കഴിക്കാനായി. സന്തോഷം. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ബാക്ക് ടു വർക്ക് ചെയ്യുമ്പോഴാണ് ആ സൗണ്ട് കേട്ടത്. അപ്പുറത്തെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ആരുടെയോ ബർത്ത്ഡേ. അങ്ങനെ അത് കുറച്ചേരം നോക്കിയിരുന്നു. കഴിഞ്ഞിട്ട് വീണ്ടും വർക്ക് ചെയ്തു കേട്ടോ. പിന്നെ എന്തോ ഭാഗ്യത്തിന് പോവാനുള്ള സമയമായി. അങ്ങനെ പിന്നെ വേഗം ബസ് കയറാൻ പോയി. പോകുമ്പോൾ ദാഹം കുറച്ച് കൂടിയോണ്ട് ഈ 7-Upന്റെ അപരനം അങ്ങോട്ട് വാങ്ങിച്ചു കുടിച്ചു. പിന്നെ എന്ത് കുറച്ച് പുറത്ത് കാഴ്ചകളൊക്കെ കണ്ടിരുന്നു. വീണ്ടും അവിടുന്ന് വേറെ ബസ് കയറി. അപ്പോഴായിരുന്നു കയ്യിലുണ്ടായിരുന്ന മിഠായി ഓർമ്മ വന്നു. അങ്ങനെ അതും അകത്താക്കി. പിന്നെ വീട്ടിലെത്തി. വീട്ടിൽ പോകുമ്പോൾ ഇല്ലാത്ത ഒരാൾ വീട്ടിലുണ്ട്. വീട്ടിൻ്റെ ഉള്ളിൽ കയറി എന്തെങ്കിലും അകത്താക്കിയാൽ മതി വെച്ചിട്ടായിരുന്നു. അപ്പം ഉണ്ടായിരുന്നു ജ്യൂസ് അടിച്ചിട്ടുണ്ടായിരുന്നു. ജ്യൂസ് എങ്കിൽ ജ്യൂസ് അത് വേഗം അകത്താക്കി.